श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। ओम श्री गुरुभ्यो नमः। ओम नमः शिवाय। ओम श्री महादेव्यै नमः। ओम नमो भगवते वासुदेवाय। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശങ്കരസ്തോത്ര തരംഗിണി ഇന്ന് 98-ാം ദിവസം തുടരുന്നു. ഷഡ്പദി സ്തോത്രമാണ് നമ്മൾ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ കണ്ടത്. ഇന്ന് 5-ാം ദിവസമാണ് ഷഡ്പദി സ്തോത്രത്തിൻ്റെ വ്യാഖ്യാനം തുടരുന്നത്. 1-ാം ശ്ലോകം മാത്രം നമ്മൾ വിശദമായിട്ട് കണ്ടു. ഇനി തുടർ ശ്ലോകങ്ങൾ നമുക്ക് സാമാന്യമായിട്ട് കാണാൻ ശ്രമിക്കാം. ഒന്ന് ആദ്യം ചൊല്ലാം. അവിനയമപനയ വിഷ്ണോ ദമയ മനഃ ശമയ വിഷയ മൃഗതൃഷ്ണാം ഭൂതദയാം വിസ്താരയ താരയ സംസാരസാഗരതഃ ദിവ്യധുനീമകരന്ദേ പരിമള പരിഭോഗ സച്ചിദാനന്ദേ ശ്രീപതി പദാരവിന്ദേ ഭവഭയഖേദച്ഛിദേ വന്ദേ സത്യവിഭേദാപഗമേ നാദതവാഹം നമാമകീനസ്ത്വം സാമുദ്രോപി തരംഗഃ ക്വചന സമുദ്രോ ന താരംഗഃ ഉദ്ധൃതനഗ നഗവിധനുജ ധനുജകുലാമിത്ര മിത്രശശി ദൃഷ്ടേ ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതി രസ്കാരഃ മത്സ്യാദിഭിരവതാരൈഃ അവതാരവതാവതാ സദാ വസുധാം പരമേശ്വര പരിപാല്യോ ഭവതാ ഭവതാപഭീതോഹം ദാമോദര ഗുണമന്ദിര സുന്ദരവദനാരവിന്ദ ഗോവിന്ദ ഭവജലധി മദന മന്ദര പരമന്ദരമപനയത്വം മേ നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ ഇതി ഷഡ്പദീ മദീയേ വദന സരോജേ സദാ വസതു. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം
പ്രാർത്ഥനാ ഷഡ്പദീ സ്തോത്രം സമ്പൂർണം. ഹരി ഓം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ പ്രാർത്ഥനാ ഷഡ്പദി അല്ലെങ്കിൽ വിഷ്ണു ഷഡ്പദി, കാരണം ഭഗവാനെ വിഷ്ണുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഷഡ്പദി എന്നത് 6 പദങ്ങളുള്ളത് മറക്കണ്ട. ഏതാണ്? അവസാനം ചൊല്ലിയതായിട്ടുള്ള 6 പദങ്ങൾ. നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ. നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ. നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ. ഇതാണ് ഷഡ്പദി. അല്ലയോ നാരായണ, കരുണാമൂർത്തേ, താവകൗ ചരണൗ, അങ്ങയുടെ 2 പാദാരവിന്ദങ്ങളെ, അഹം ശരണം കരവാണി, ഞാൻ എപ്പോഴും ശരണം പ്രാപിക്കുമാറാകട്ടെ. എൻ്റെ മുഖമാകുന്ന താമരയിൽ ഈ ഒരു വണ്ട് എന്നും ഇരിക്കട്ടെ, ഈ ഒരു ഷഡ്പദി എപ്പോഴും ഇരിക്കട്ടെ. ഈ 6 പദങ്ങൾ എപ്പോഴും എൻ്റെ വായിൽ നിന്ന് ഒഴുകട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. ഒന്നാമത്തെ ശ്ലോകം അതിഗംഭീരമായിരുന്നു എന്ന് കണ്ടു. ആ ഒരൊറ്റ ശ്ലോകം നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ട് ദിവസവും ചൊല്ലിയാലും മതി. ബാക്കിയുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. മറ്റതെല്ലാം ബൈഹാർട്ട് ചെയ്യാൻ പറ്റിയാൽ ചെയ്യുക. ഈ ഒരു ശ്ലോകം ബൈഹാർട്ട് ചെയ്തിട്ട് എപ്പോഴും ഓർക്കുക, എപ്പോഴും ചൊല്ലുക, നമ്മുടെ പ്രാർത്ഥനകളിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ, വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രത്യേകമായിട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതും ഇതാണ്. ബാക്കിയെല്ലാം പുറകെ വരും. ബാക്കി ഒന്നിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ല, ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതില്ല. ഭഗവാൻ എല്ലാം മുട്ടാതെ തന്നിട്ടുണ്ട്, അല്ലേ? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. നമ്മൾ ചോദിക്കാതെ തരുന്നുണ്ട്. മേൽപ്പത്തൂരും നാരായണീയത്തിൽ പറഞ്ഞു, അർത്ഥാൻ കാമാനജസ്രം വിതരസി, നീ അർത്ഥങ്ങളെയും കാമങ്ങളെയും ഇഷ്ടം പോലെ എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്നു. അത് ചോദിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഭഗവാനെ തന്നെ തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ഭഗവാനെ ചോദിക്കില്ല. ഭഗവാൻ അവിടെ ഗുരുവായൂർ തന്നെ ഇരുന്നാൽ മതി, ഞങ്ങൾക്ക് കുറച്ച് ധനം തന്നാൽ മതി, ഞങ്ങൾ ആവശ്യപ്പെടുന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രം ഇങ്ങോട്ട് തന്നാൽ മതി, ബാക്കിയൊന്നും തന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള മട്ടില് ഭഗവാനോട് പറയും. ഭഗവാനേ വരണ്ട, ഭഗവാൻ കൂടെ വന്നാൽ വേണ്ട. ഭഗവാൻ പറയണം, ഞാൻ വരാൻ തയ്യാറാണ് നിങ്ങളുടെ കൂടെ. അതാണ്. അപ്പോൾ ചില ഭക്തന്മാര് അങ്ങനെയാണ്, അർത്ഥാർത്ഥികൾ. ആ അർത്ഥാർത്ഥികളുടെ പ്രാർത്ഥനയല്ല ഇവിടെ, ഒരു മുമുക്ഷുവിന്റെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്ന് കണ്ടു നമ്മൾ, അല്ലേ? അതാണ് അവസാന വരിയില്, താരയ സംസാര സാഗരത, ഞാൻ സംസാര സാഗരത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാവണം ഒരാൾക്ക്. അതേ വലിയ സുഹൃതമാണ്. ഞാൻ ദുരിത കയത്തിൽ മുങ്ങി പൊങ്ങുകയാണ്. തൽക്കാലം ഒരു ആശ്വാസം എവിടെയെങ്കിലും കിട്ടുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും കഴിഞ്ഞു, ഞാൻ സുഖമായി സ്വസ്ഥനായി എന്ന്, ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഇനിയിപ്പോൾ എനിക്കൊന്നും വേണ്ട എന്നൊക്കെ ചിലര് പറയും, അല്ലേ? അവർക്ക് ഈശ്വരനും വേണ്ട, ഭക്തിയും വേണ്ട, വേറെ ഒന്നും വേണ്ട, ഞാനിപ്പോൾ സേഫാണ് എന്നാണ്. ഏതെങ്കിലും ചില സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോഴോ, കുറച്ച് ധനം വന്നു ചേരുമ്പോഴോ, മക്കൾക്ക് കല്യാണം കഴിയുമ്പോഴോ, മക്കൾക്ക് ഉദ്യോഗം കഴിയുമ്പോഴോ, അല്ലെങ്കിൽ മക്കൾക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ സ്വന്തം കുട്ടികൾ ഉണ്ടാകുമ്പോഴോ, ഏതെങ്കിലും ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ തൽക്കാലം നമ്മൾ വിചാരിക്കണത്, ഓ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഭഗവാനോടൊന്നും പറയാനില്ല, ചോദിക്കാനില്ല, ഞാൻ സേഫാണ്. അപ്പോൾ സ്വയം സംസാര സാഗരത്തിന്റെ അപകടത്തിൽ ഇരുന്നു കൊണ്ടും അതിൽ നിന്ന് ആയിട്ടില്ല, എന്നിട്ടും ചിലർ വിചാരിക്കണു ഞാൻ സുഖത്തിലാണ്, ഞാൻ സ്വർഗത്തിലാണ്. അതാണ് നമ്മുടെ ഹരിനാമകീർത്തനകാരൻ പാടിയത്, ഔദുംബരത്തിൽ മശകത്തിന് തോന്നും ഇതിന്മീതേ കഥാപി സുഖമില്ലെന്ന്, തൽപരിച ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ.
തവ മായ, അതൊക്കെ ഭഗവാന്റെ മായയാണ്. നമ്മളെ ദേഹോഹം എന്ന് നമ്മളെ മയക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഭഗവാന്റെ മായ നമ്മളെ മയക്കാതിരിക്കട്ടെ. ഭഗവാന്റെ മായ മയക്കുമ്പോൾ നമ്മൾ അത്തിപ്പഴത്തിലിരിക്കുന്ന ചെറിയ പ്രാണിയെ പോലെ, ചെറിയ ഈച്ചയെ പോലെ, ആ മക്ഷികയെ പോലെ നമ്മൾ സുഖമാണെന്ന് കരുതുകയാണ്. ആ അത്തിപ്പഴം ചീഞ്ഞളിഞ്ഞ് വീണു പോകും, ഇല്ലേ? പക്ഷെ തൽക്കാലം ആ പ്രാണി വിചാരിച്ചത് ഇത് എവർ ലാസ്റ്റിംഗ് ആണ് എന്നാണ്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അത് വീണു പോകുന്നത്, അല്ലെ? താമരയിലിരിക്കുന്ന വണ്ട് വിചാരിക്കും ഞാൻ സ്വർഗത്തിലാണ് എന്ന്. അപ്പോഴാണ് ഇങ്ങനെ ആ താമരയിൽ തേനും കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ താമര കൂമ്പിപ്പോകും. അങ്ങനെ രാത്രിയാവും. രാത്രിയാകുമ്പോൾ ആന വരും വെള്ളം കുടിക്കാനായിട്ട് താമര പൊയ്കയിൽ. അങ്ങനെ ആന വന്ന് വെള്ളം കുടിച്ച് അവസാനം താമര പൊയ്കയിൽ താമര തണ്ടുകളൊക്കെ വലിച്ചങ്ങോട്ട് ശാപ്പിടും. ആ താമരയുടെ ഉള്ളിൽ ആരുണ്ടായിരുന്നു? സുഖമെന്ന് കരുതിയിരുന്ന വണ്ടും ഉണ്ടായിരുന്നു. എന്നതുപോലെ നമ്മളൊക്കെ അറിയാതെ കാലന്റെ വായിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആപത്തുകളിലേക്കും പോയിക്കൊണ്ടിരിക്കണം. ആ ആപത്ത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, അയ്യോ നമ്മൾ ആപത്തിൽപ്പെട്ടിരിക്കണു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആപത്ത് വന്നിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആപത്ത് വരും മുമ്പേ നമ്മൾ തയ്യാറെടുത്തിരിക്കണം ആപത്തുകളെ ഫേസ് ചെയ്യാൻ. കാരണം ഏത് ആപത്തും ഏത് രൂപത്തിലും എപ്പോൾ വേണമെങ്കിൽ വരാം. അപ്പൊ ഏത് ആപത്ത് വന്നാലും നമ്മളെ സ്പർശിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു ഉയരത്തിലിരിക്കണം. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്, അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സമുദ്രത്തിലെ തിരമാലകൾ ആരെയാ ബാധിക്കുക? സമുദ്ര തീരത്തുള്ളവരെ ബാധിക്കും, സമുദ്രത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളവരെ ബാധിക്കും. കരയിൽ കയറിയിരിക്കുന്നവരെ അല്ലെങ്കിൽ വളരെ ഉയരത്തിലിരിക്കുന്നവർക്ക് അതൊന്നും ബാധകമല്ല, അല്ലേ? വളരെ ദൂരത്തിൽ നിന്ന് സമുദ്രത്തിന്റെ തീരത്ത് അല്ലെങ്കിൽ വളരെ ദൂരത്ത് സമുദ്രത്തിന് എത്താത്ത തീരത്ത് എത്തിച്ചേർന്നാൽ പിന്നെ പ്രശ്നമേ ഇല്ല എന്ന് പറയാം, അല്ലേ? നമ്മളെ സുനാമികളും മറ്റുമൊക്കെ വരുമ്പോൾ ആ തീരത്തും ചുറ്റുപാടുള്ളവർക്കേ, കടലിനോടനുബന്ധിച്ച് ജീവിക്കുന്നവർക്കേ പ്രശ്നങ്ങളുള്ളൂ. നമുക്ക് ദൂരെയുള്ള കടലിൽ നിന്ന് എത്രയോ വിദൂരത്തുള്ളതായിട്ടുള്ള മലമ്പ്രദേശങ്ങളിലും മറ്റുമൊക്കെ താമസിക്കുന്നവർക്ക് തിരമാലകൾ പ്രശ്നമല്ലല്ലോ. അതുപോലെ നമ്മൾ സേഫായിരിക്കണം. അതെങ്ങനെ സേഫായിരിക്കുക? അത് ഭഗവാന്റെ പദത്തെ നിരന്തരം മുറുക്കെ പിടിച്ചുകൊണ്ട് ആ പദവിയിൽ ഉറച്ചിരിക്കുക. എപ്പോഴും ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചുകൊണ്ട് ആ സത്യസ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ പാദത്തിൽ ഉറച്ചിരിക്കുക. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഭഗവാൻ ആഹ്വാനം ചെയ്യുന്നു നമ്മളോട്. ഈ ലോകം അനിത്യവും അസുഖവുമാണ്, ഇതിൽ നിങ്ങൾ രമിക്കേണ്ട, അത് നിങ്ങളെ ദുഃഖിപ്പിക്കും. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, ഞാനാണ് നിത്യസ്വരൂപനും സുഖസ്വരൂപനും. അപ്പൊ ആ വിളി കേൾക്കുമ്പോഴാണ് നമ്മളെല്ലാം മുമുക്ഷുക്കളാവുന്നത്. ആ ഭഗവാനിലേക്ക് തിരിയുമ്പോഴാണ്, ശാശ്വതമായതിനെ തിരയുമ്പോഴാണ് നമ്മളൊക്കെ മുമുക്ഷുക്കളാവുന്നത്. അല്ലാതെ അനിത്യങ്ങളായ വസ്തുക്കളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മളൊക്കെ സംസാരികൾ തന്നെയാണ്. ഈ സംസാരമാകുന്ന കടലില് മീൻ പിടിക്കുന്ന മുക്കുവന്മാരെ പോലെ നമ്മൾ അതിൽ തന്നെ കടന്നതാവുകയാണ്. അപ്പൊ ആ കടലിലുണ്ടാവുന്ന കാറും കോളും ഒക്കെ ഇവരെ ബാധിക്കും. അവിടെ ഉണ്ടാവുന്ന സുനാമിയൊക്കെ ആ കടലിലുള്ളവരെ ബാധിക്കും. നേരെ മറിച്ച് കരയ്ക്ക് കയറാൻ നോക്കുക, കരയിൽ കയറി ജീവിതം സുരക്ഷിതമാക്കാൻ നോക്കുക. അതാണ് ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞത്. ഗുരുക്കന്മാരുടെ പാദങ്ങളെ ആശ്രയിക്കുക, ശാസ്ത്രങ്ങളെ ആശ്രയിക്കുക. ആ ശാസ്ത്രങ്ങളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ശ്രദ്ധാപൂർവം അറിയേണ്ടതറിഞ്ഞ് സുരക്ഷിതരായി ആത്മസ്വരൂപത്തിൽ രമിക്കലാണ് മോക്ഷം. അപ്പൊ ആ ഒരു ഇതാണ് അവസാനം പ്രാർത്ഥിച്ചത്. താരയ സംസാര സാഗരതഃ, എന്നെ സംസാര സാഗരത്തിൽ നിന്ന്, ഈ വിഷമയമായ സംസാരത്തിൽ നിന്ന്, അല്ലെ, വിഷയങ്ങളാകുന്ന വിഷങ്ങൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പർശിച്ചുകൊണ്ടേയിരിക്കണു. പാമ്പ് കടി ഏൽക്കുന്നതിന് നമുക്ക് ചികിത്സയുണ്ട്, ഈ വിഷമയമായിട്ടുള്ള സംസാരത്തിന് ചികിത്സയുണ്ടോ? വിഷം കടിച്ചാളെ മാത്രമേ, വിഷം കഴിച്ച ആളെയോ വിഷം ദംശിക്കപ്പെട്ട ആളെ മാത്രമേ അത് കൊല്ലുന്നുള്ളൂ. എന്നാൽ ഈ സംസാരമാകുന്ന വിഷം കാണുന്നവരെ പോലും നശിപ്പിക്കുന്ന നമ്മുടെ ഇതേ ശങ്കരാചാര്യ വിവേക ചൂടാമണിയിൽ പറയും. ചില
ലോക വിഷയങ്ങൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പോലും നമ്മളെ നശിപ്പിക്കുന്നതാണ്, നമുക്ക് അപകടകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വളരെ അകലത്തേക്ക് സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കണം. ഡോണ്ട് ഗോ സോ നിയർ. ഒരുപാട് എല്ലാറ്റിലും ചെന്ന് മുഴുകണ്ട, ഇൻവോൾവ് ചെയ്യണ്ട, എല്ലാം അപകടത്തിലേക്കാണ്. അതുകൊണ്ട് ദൂരെ നിന്നെല്ലാം കാണൂ, ഒന്നും നിങ്ങളെ ബാധിക്കാത്ത ഒരു അകലം നിങ്ങൾ പാലിക്കൂ. ഇതിനെയാണ് നിസ്സംഗത എന്ന് പറയുന്നത്, വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സംസാര സാഗരത്തിൽ നിന്ന് തരണം ചെയ്യാൻ പ്രാർത്ഥിച്ചു. ഇനി അടുത്ത ശ്ലോകം, അതിനുള്ള വഴി, സംസാര സാഗരത്തിൽ നിന്ന് തരണം ചെയ്യാനുള്ള വഴി എന്താണ്? സേഫ് ആയിട്ടുള്ള സ്ഥാനം തേടുക. അത് തേടുകയാണ് ഈ വണ്ട്, ഈ ഷഡ്പതി. അതെവിടെയാണ് ശരണം പ്രാപിക്കുന്നത്? ഭഗവാന്റെ പാദാരവിന്ദത്തിൽ. ശ്രീപതി പദാരവിന്ദേ എന്ന് അടുത്ത ശ്ലോകം പറയണം. ദിവ്യധുനീ മകരന്ദേ പരിമള പരിഭോഗ സച്ചിദാനന്ദേ ശ്രീപതി പദാരവിന്ദേ ഭവഭയഖേദച്ഛിദേ വന്ദേ. ദിവ്യധുനീ മകരന്ദേ പരിമള പരിഭോഗ സച്ചിദാനന്ദേ ശ്രീപതി പദാരവിന്ദേ ഭവഭയഖേദച്ഛിദേ വന്ദേ. വന്ദേ, വന്ദേ എന്ന് പറഞ്ഞാൽ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു, ഞാൻ വണങ്ങുന്നു, ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നൊക്കെ അർത്ഥമാണ് വന്ദേ. അപ്പൊ ഞാൻ നമസ്കരിക്കുന്നു. എവിടെ നമസ്കരിക്കുന്നു? ശ്രീപതി പദാരവിന്ദേ വന്ദേ എന്നാണ്. ശ്രീപതിയുടെ പദാരവിന്ദത്തിൽ ഞാൻ നമസ്കരിക്കുന്നു. പദാരവിന്ദം എന്നുള്ള നപുംസകലിംഗ ശബ്ദമാണ്. അതിൻ്റെ സപ്തമി പദാരവിന്ദേ, ഏകവചനം, പദാരവിന്ദത്തിൽ. അപ്പൊ പദം അരവിന്ദം ഇവ, ഭഗവാന്റെ പാദം അരവിന്ദം പോലെ എന്നാണ്. അപ്പോൾ അരവിന്ദത്തിലാണ് ശരണം പ്രാപിക്കുന്നത്, അല്ലേ? വണ്ട് അരവിന്ദത്തെയാണ് ആശ്രയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മുമ്പും പറഞ്ഞു, എൻ്റെ വാക്കാകുന്ന ഷഡ്പതി, എൻ്റെ വായിൽ നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ആ ഭഗവാന്റെ ചരണാരവിന്ദേ, ചരണത്തെ അരവിന്ദമായിട്ട് പറഞ്ഞിട്ട് ആ ചരണാരവിന്ദത്തിൽ ഞാൻ വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു. ശ്രീപതിയുടെ ചരണാരവിന്ദം, ശ്രീപതിയുടെ പാദാരവിന്ദം, പദാരവിന്ദേ വന്ദേ. അപ്പൊ ഇവിടെ ശ്രീപതിയാണ്. ശ്രീപതി എന്ന് പറഞ്ഞാൽ ആരാ? ശ്രീയുടെ പതി, ലക്ഷ്മീപതി, അല്ലെ? ശ്രീ ലക്ഷ്മി എന്നൊക്കെ പറയുന്നത് മായാശക്തി തന്നെയാണ്, പ്രകൃതി തന്നെയാണ്. അത് ഭഗവാന്റെ ഭാര്യയാകുമ്പോൾ ലക്ഷ്മി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതേ മായാശക്തി മഹാദേവന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ പാർവതി എന്നറിയപ്പെടുന്നു. അതേ മായ ബ്രഹ്മദേവന്റെ ഭാര്യയായിട്ട് അറിയപ്പെടുമ്പോൾ സരസ്വതി എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെയും കൂടെ കൂടുമ്പോൾ ഈ മായയ്ക്ക് ഓരോരോ പേരുകൾ നമ്മൾ കൽപ്പിച്ചു കൊടുക്കണം. കാരണം അതേ മായാശക്തി തന്നെയാണ് ഈ ഈശ്വരൻ ഓരോ കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ സൃഷ്ടി ചെയ്യുന്ന ബ്രഹ്മദേവന്റെ രൂപത്തിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ബ്രഹ്മാവായിട്ട് സൃഷ്ടി ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടത്, സൃഷ്ടിക്ക് വേണ്ടത് അറിവാണ്. ഏത് സൃഷ്ടിക്കും വേണ്ടത് അറിവാണ്. അപ്പോൾ ആ അറിവിന്റെ സ്വരൂപിണിയായിട്ട് ഈ മായ വിദ്യാദേവിയായി, വാഗ്ദേവിയായി, സരസ്വതിയായി ബ്രഹ്മദേവന്റെ കൂടെ ഇരിക്കുന്നു. പരിപാലനം ചെയ്യുന്ന ആളാണ് വിഷ്ണു. ഭഗവാൻ തന്നെ, ഒരേ ഭഗവാൻ തന്നെ പരിപാലനം ചെയ്യുമ്പോൾ വിഷ്ണു, നാരായണൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ അദ്ദേഹത്തിന് പരിപാലനത്തിന് വേണ്ടത് എന്താണ്? മെയിൻ്റനൻസിന് എവിടെയും വേണ്ടത് സമ്പത്താണ്, ധനമാണ്. ഏത് കാര്യവും ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ മെയിൻ്റനൻസ് ആണ് ഏറ്റവും കഷ്ടം. മെയിൻ്റനൻസിന് ധാരാളം സമ്പത്ത് വേണം. അപ്പൊ സമ്പത്തിന്റെ ഭാവത്തിലാണ്, ഐശ്വര്യത്തിന്റെ ഭാവത്തിലാണ് ശ്രീയായി, ലക്ഷ്മിയായി ഈ മായ ഭഗവാന്റെ കൂടെ ഇരിക്കുന്നു. ഇനി രുദ്രനാകുമ്പോഴോ, രുദ്രന്റെ പ്രവൃത്തി സംഹാരമാണ്. സംഹാരവും മോക്ഷവുമാണ് രുദ്രന്റെ പ്രവൃത്തി. ലോകത്തിന് മോക്ഷം കൊടുക്കുക, സംഹാരം ചെയ്യുക.
പരിവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുക ലോകത്തെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ളത് ശക്തിയാണ്. ആ ശക്തി, പരാശക്തി തന്നെ, ആ മായാശക്തി തന്നെ പാർവതീ രൂപത്തിൽ ഭഗവാന്റെ കൂടെ ഇരിക്കുന്നു. ആ ശക്തി തന്നെ ബ്രഹ്മവിദ്യാസ്വരൂപിണിയും ആണ്. അതേ പാർവതി ഉമയാണ്. ഉമ എന്നാൽ ബ്രഹ്മവിദ്യാസ്വരൂപിണിയാണ്. അപ്പോൾ ചിലർക്ക് മോക്ഷവും ചിലർക്ക് സംഹാരവും. അതാണ് രുദ്രന്റെ പണി. യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ പാർവതീദേവിയുടെ ഉപദേശം കൊണ്ട് മഹാദേവന്റെ അനുഗ്രഹത്താൽ മോക്ഷം ലഭിക്കുന്നു. ചിലർക്ക് സംഹാര രൂപിയായ ഭഗവാന്റെ സംഹാര ശക്തിക്ക് വിധേയരായി, പരിവർത്തനത്തിന് വിധേയരായി വീണ്ടും തിരിച്ചു വരുന്നു. ഓരോരുത്തരുടെയും യോഗ്യതയ്ക്കനുസരിച്ച് അല്ലെ, ഭഗവാൻ ചിലത് റീസൈക്കിൾ ചെയ്യാനായിട്ട് വിടുന്നു, ചിലതിനെ പെർമനന്റ് ആയിട്ട് മോചിപ്പിച്ചു വിടുന്നു. ആരാണോ അധികാരിയായിട്ടുള്ളത്, ഏതിന് അധികാരി? ഒരാൾ മുകളിലേക്ക് പോകാനാണ് അധികാരി വെച്ചാൽ മുകളിലേക്കും, താഴേക്ക് വരുന്നവരെ സംസാരത്തിലേക്ക് താഴേക്കും വിടുന്ന ആ ഡിപ്പാർട്ട്മെന്റാണ് രുദ്രന്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിനുള്ള സഹായിയാണ് ശക്തിസ്വരൂപിണിയും ബ്രഹ്മവിദ്യാസ്വരൂപിണിയുമായിരിക്കുന്ന ആ ത്രിപുര സുന്ദരി പാർവതീ ദേവി. അപ്പൊ ഇങ്ങനെ മൂന്ന് ഭാവത്തിൽ ആ മായാശക്തി. അപ്പൊ ഇവിടെ അതേ മായാശക്തി തന്നെ വിഷ്ണുവിന്റെ പത്നിയായിരിക്കുമ്പോൾ മഹാലക്ഷ്മി, ശ്രീദേവി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നു. ആ ശ്രീപതി എന്ന് പറയുമ്പോൾ ശ്രീയുടെ മുഴുവൻ പതിയാണ്. പ്രപഞ്ചത്തിലെ സർവ്വ ഐശ്വര്യങ്ങളുടെയും പതിയാണ് ആര്? വിഷ്ണു. എല്ലാറ്റിൻ്റെയും നാഥനാണ്, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്. ശ്രീ എപ്പോഴും ഭഗവാനെ ചേർന്ന് തന്നെയായിരിക്കണം. ശ്രീക്ക് സ്വാതന്ത്ര്യമില്ല ഒറ്റയ്ക്കിരിക്കാൻ. ശ്രീ ഭഗവാന്റെ മാറിടത്തിലാണ് എപ്പോഴും ഇരിക്കുന്നത്, അല്ലേ? അംഗാ സംഗാ സദാ ശ്രീഹി. മേൽപ്പത്തൂർ പറയണു, ഭഗവാന്റെ അംഗത്തിൽ ആസംഗയായി എപ്പോഴും ചേർന്ന് തന്നെ ഇരിക്കുന്നു സദാ ശ്രീ. ആ ശ്രീദേവി ഭഗവാനെ വിട്ടുപിരിയുന്നില്ല. ഭഗവാന്റെ വക്ഷസ്സിൽ ശ്രീവത്സം എന്ന മറുകിന്റെ സ്ഥാനത്ത് മഹാലക്ഷ്മി നിത്യവും വാസം ചെയ്യുന്നു. ഭഗവാനെ വിട്ടുപോകാൻ ലക്ഷ്മിക്ക് സാധ്യമല്ല. പതിവ്രതയാണ് ദേവി. അതുകൊണ്ട് തന്നെ ഭജിക്കുന്ന ഭക്തന്മാരുടെ അടുത്തേക്ക് അല്പനേരം ഒന്ന് പോയി കണ്ണു കാണിച്ച് അവർക്ക് എന്തെങ്കിലും അനുഗ്രഹിച്ചിട്ട് വേഗം വന്ന് ഭഗവാന്റെ മാറിടത്തിലേക്ക് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഭക്തന്മാരുടെ അടുത്ത് അധിക കാലം ഇരിക്കാറില്ല ലക്ഷ്മി ദേവി. അതുകൊണ്ട് പാവം ലക്ഷ്മി ദേവിക്ക് ഇല്ലാത്ത പേരുണ്ടായി, അല്ലെ? ചഞ്ചല എന്നുള്ളതായിട്ടുള്ള പേര് ദേവിക്ക് നാട്ടുകാരൊക്കെ കൂടി കൊടുത്തു. വാസ്തവത്തിൽ ദേവി അചഞ്ചലയാണ്, പതിവ്രതയാണ്. ദേവി ചാരിത്രവതിയാണ്, ഭർത്താവിനെ പിരിയുന്നില്ല. ഭർത്താവിനെ പിരിയാത്ത ഒരാളെ എങ്ങനെ ചഞ്ചല എന്ന് വിളിക്കുക? നാട്ടുകാരുടെ കൂടെ ഇരിക്കാത്തത് കൊണ്ട് നാട്ടുകാർ പറയണേ ഇവള് ചഞ്ചലയാണ്, ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. എന്തുകൊണ്ടാണ് ലക്ഷ്മി അങ്ങനെ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാത്തത്? ലക്ഷ്മിക്ക് എപ്പോഴും ഇരിക്കേണ്ടത് ഭർത്താവിന്റെ കൂടെയാണ്. ഭർത്താവിന്റെ പാദസേവ ചെയ്യാനാണ് ദേവിക്ക് ഇഷ്ടം. ഭഗവാന്റെ പാദത്തെ സേവിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം ഭഗവാന്റെ മാറിടത്തില് ഭഗവാൻ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നു. നീ ഇവിടെ ഇരിക്കേണ്ടവളാണ്, നീ ഇവിടെ ഇരുന്നോളൂ, നീ എന്നെ മാനിച്ചതുകൊണ്ട് നിന്നെ ഞാൻ മാനിച്ചിരിക്കുന്നു എന്ന് പാലാഴി മദനം കഥയില് കാണാം നമുക്ക്. അപ്പൊ ഭഗവാന്റെ പാദസേവ ചെയ്യാനാണ് ലക്ഷ്മി ദേവിക്ക് എപ്പോഴും ഇഷ്ടം. പതിവ്രതയാണ് ദേവി, ചാരിത്രവതിയാണ്. അങ്ങനെയുള്ള ദേവിക്ക് ചഞ്ചല എന്നുള്ളതായിട്ടുള്ള നാമം ചേരുന്നതേ അല്ല. പക്ഷെ നമ്മളും എന്താ പറയുക, അജ്ഞന്മാരായിട്ട് ആളുകൾ ദേവിക്ക് ചാർത്തി കൊടുത്തു, പാവം. അപ്പോ ആ ശ്രീയുടെ പതിയാണ് ഭഗവാൻ. ആ ശ്രീപതിയുടെ പദാരവിന്ദം, പദത്തെ അരവിന്ദത്തോട് ഉപമിച്ചു. അരവിന്ദം എന്ന വാക്കിന്റെ അർത്ഥം വെളിച്ചത്തെ നൽകുന്നത് എന്നും അർത്ഥമുണ്ട്. രവി എന്ന ശബ്ദത്തോട് ബന്ധപ്പെട്ടിട്ടാണ് അരവിന്ദം ഉണ്ടാവുന്നത്. രവി ആരാണ്? രവി സൂര്യനാണ്, അല്ലേ? സൂര്യനെ മറയ്ക്കുന്നത് രവിന്ദം. ഇരുട്ടിന്റെ പേരാണ്, രാത്രിയുടെ പേരാണ് രവിന്ദ എന്നത്. രവിം ദ്യതി, രവിം ദ്യതി, ദ്യതി എന്ന് പറഞ്ഞാൽ ഖണ്ഡയതി, ആച്ഛാദയതി. രവിയെ മറയ്ക്കുന്നത് രവിന്ദം. അതേതാണ്? രാത്രി, ഇരുട്ട് എന്നൊക്കെ അർത്ഥമാണ്. രവിയെ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നത്. രവിയെ മറയ്ക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണിൽ നിന്ന് രവിയെ മറയ്ക്കുന്നത് ഏതാണ്? രാത്രി അല്ലെങ്കിൽ ഇരുട്ട്. അത് രവിന്ദം അല്ലെങ്കിൽ രവിന്ദ. അതിന്റെ മുമ്പിൽ ആ എന്നുള്ള നെഗറ്റീവ് പ്രിഫിക്സ് ചേർത്തപ്പോ ഏത് വ്യഞ്ജനാക്ഷരത്തിൽ ആരംഭിക്കുന്ന നാമങ്ങൾക്കും മുമ്പിൽ അകാരം ചേർത്താൽ അത് വിപരീതാർത്ഥമാകും.
സ്വരാക്ഷരത്തിൽ ആരംഭിക്കുന്ന ഏത് നാമത്തിനും മുമ്പിൽ അന് എന്ന് ചേർത്താൽ വിപരീതാർത്ഥമാകും. ഇപ്പൊ ആ ഈ എന്ന് ആരംഭിക്കുന്ന സ്വരാക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന പദങ്ങളുടെ മുമ്പിൽ അന് എന്ന് ചേർക്കണം. അപ്പൊ നെഗറ്റീവ് അർത്ഥമായി. വ്യഞ്ജനാക്ഷരങ്ങളിൽ ക ഖ ഗ ഗ ങ ച ഛ ജ ജ ഞ എന്നുള്ളതായിട്ടുള്ള ആ വ്യഞ്ജനാക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന ഏത് പദത്തിന്റെ മുമ്പിലും സംസ്കൃതത്തില് അകാരം ഉച്ചരിച്ചാൽ അത് നെഗറ്റീവ് അർത്ഥമായി, വിപരീതാർത്ഥമായി. അപ്പോ രവിന്ദഹ എന്നുള്ളതായിട്ടുള്ള ശബ്ദത്തിന്റെ മുമ്പില് ആ ചേർത്തപ്പോ അരവിന്ദഹ. അപ്പൊ രവിന്ദഹ ഈസ് രാത്രി, ഡാർക്ക്നെസ്. അപ്പൊ അരവിന്ദഹ ലൈറ്റ്, ഡേ എന്നൊക്കെ അർത്ഥമായി. പ്രകാശസ്വരൂപമായി അരവിന്ദം. കാരണം അരവിന്ദം എപ്പോഴാണ് വികസിക്കുന്നത്? സൂര്യന്റെ സാന്നിധ്യത്തിൽ. അപ്പൊ സൂര്യോദയവും താമരയുടെ വികാസവും ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. താമര വിരിയുന്നു, സൂര്യൻ ഉദിക്കുന്നു, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിരിയുന്നു. അതുകൊണ്ട് നമുക്ക് സൂര്യനെ കണ്ടില്ലെങ്കിൽ പോലും താമര വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? പകലായി എന്നർത്ഥമാണ്. സൂര്യൻ ചിലപ്പോൾ മേഘം കൊണ്ട് മറഞ്ഞു കിടക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ സൂര്യനെ കാണാനില്ല, പക്ഷെ താഴെ നോക്കിയാൽ നമുക്ക് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുണ്ട്. എന്താണ്? താഴെ ഭൂമിയിൽ എവിടെയെങ്കിലും ജലാശയങ്ങളിൽ താമര വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലെങ്കിലും താമര കണ്ടിട്ടുണ്ട്. താമരയ്ക്ക് ഭർത്താവിനെ പോലെയാണ് ആര്? സൂര്യൻ. താമരയുടെ ബന്ധുവാണ്, താമരയുടെ പതിയാണ് സൂര്യഭഗവാൻ. ആ സൂര്യഭഗവാൻ എന്ന നാഥനെ കാണുമ്പോൾ താമര വികസിക്കുന്നു. അപ്പൊ താമരയും സൂര്യനും പകലിന്റെ പര്യായങ്ങളാണ്. അതുകൊണ്ട് അരവിന്ദ ശബ്ദത്തിന് പകൽ എന്നുള്ള അർത്ഥത്തിൽ, വെളിച്ചം എന്നുള്ള അർത്ഥത്തിൽ വരുന്നു. അപ്പൊ അവിടെ ഭഗവാന്റെ പദാരവിന്ദമോ? ശ്രീപതി പദാരവിന്ദം പ്രകാശസ്വരൂപം, വെളിച്ചത്തിന്റെ സ്വരൂപം, ജ്ഞാനസ്വരൂപം. ആ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ഭഗവാന്റെ പദാരവിന്ദത്തെ ഞാൻ വന്ദേ, ഞാൻ വന്ദിക്കുന്നു, ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ പദാരവിന്ദത്തെ വിശേഷിപ്പിക്കുന്നതാണ് മറ്റ് പദങ്ങൾ. എന്തൊക്കെയാണ് പദാരവിന്ദത്തെ വർദ്ധിച്ചത്, വിശേഷിപ്പിച്ചത്? ദിവ്യധുനി മകരന്തേ, ഒന്ന് പരിമള പരിഭോഗ സച്ചിദാനന്ദേ, പിന്നെ നാലാമത്തെ വരിയില് ഭവഭയഖേദക്ഷിതേ, ശ്രീപതി പദാരവിന്ദേ വന്ദേ. അപ്പൊ ശ്രീപതി പദാരവിന്ദത്തിന് 3 നല്ല വിശേഷണങ്ങളെ വർണ്ണിച്ചിരിക്കുന്നു. എന്തൊക്കെയാണത് നോക്കാം. ദിവ്യധുനി മകരന്തേ, ഭഗവാന്റെ പദത്തെ അരവിന്ദത്തോട് ഉപമിച്ചു, അല്ലെ? അരവിന്ദം താമരയാണ്. അപ്പൊ താമരയാവുമ്പോ എന്ത് വേണം? തേൻ വേണം. അതാണ് മകരന്തം. മകരന്തമുള്ളതാണ്, നല്ല തേനുള്ളതാണ്. അപ്പൊ എൻ്റെ ഈ ഷഡ്പതിക്ക് അവിടെ തേൻ കിട്ടും. ഭഗവാന്റെ പാദാരവിന്ദത്തിൽ നല്ലോണം മകരന്തം എപ്പോഴും സ്രവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മകരന്തത്തിന്റെ പ്രഭവ സ്ഥാനമാണ്. അമൃതം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഭഗവാന്റെ പാദത്തിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കാകുന്ന വണ്ടേ ആ ഭഗവാന്റെ പാദമാകുന്ന അരവിന്ദത്തിൽ ചെന്ന് വിശ്രമിക്കൂ. അവിടെ ഇഷ്ടംപോലെ നിനക്ക് മകരന്തം നുകരാം, തേൻ നുകരാം. എപ്പോഴും വറ്റാത്ത സ്രോതസ്സാണ്. ഏതാണ് ഭഗവാന്റെ പാദത്തിലെ മകരന്തമായിട്ട് ഇവിടെ പറഞ്ഞത്? ദിവ്യധുനി മകരന്തേ. ദിവ്യധുനി എന്ന് പറഞ്ഞാൽ, ധുനി എന്ന് പറഞ്ഞാൽ നദി എന്നർത്ഥം. കഴുകുന്നവൾ എന്നാണ്, ശുദ്ധീകരിക്കുന്നവൾ എന്നാണ്. വെള്ളം, ജലം നമ്മളെ പവിത്രീകരിക്കുന്നതാണ്, അല്ലേ? അപ്പൊ ദേവലോകത്തെയും പവിത്രമാക്കുന്നവൾ ദിവ്യധുനി. ദൂനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കുക, കഴുകുക എന്നൊക്കെ അർത്ഥമാണ്. അവധൂതൻ എന്ന പദം ഉണ്ടാവുന്നത് തന്നെ ദൂനനം ചെയ്യാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അവധൂതൻ, ദൂനനം ചെയ്യുന്നതിൽ അവഗണനയുള്ളവൻ, എപ്പോഴും ശരീരത്തെ വൃത്തിയാക്കാത്തവൻ. കാരണം താൻ ശരീരമല്ല എന്നുള്ള നിശ്ചയമുള്ള ആളാണ് ആര്? അവധൂതൻ. അപ്പൊ ഈ വിഴുപ്പിനെ വെറുതെ എത്ര അലക്കിയിട്ടും കാര്യമൊന്നുമില്ല. അത് അലക്കിയ ആ നിമിഷം തന്നെ കുഞ്ചര ശൗചവത്, ആനയെ കൊളുപ്പിച്ച പോലെ പിന്നെയും അഴുക്ക് പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇനി ഇതൊന്ന് കഴുകിയിട്ട് എവിടേക്കാ ഇടുന്നത്? പ്രകൃതിയിലേക്കാണ്, അല്ലെ? പ്രകൃതി തന്റെ ശരീരമല്ലേ? ആണല്ലോ. അപ്പൊ ഇവിടുന്ന് അവിടേക്ക്, അതും താൻ തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് കഴുകിയിട്ട് എവിടേക്കാക്കാനാണ്? അതുകൊണ്ട് ദേഹത്തിൽ അഭിമാനമില്ലാത്ത, ഈ വിശ്വം തന്നെ തന്റെ ദേഹമായി കരുതുന്ന ഒരു മഹാത്മാവിന്
ശരീരബോധമില്ലാത്തത് കൊണ്ട് ശരീരത്തെ കഴുകാൻ ശ്രദ്ധയില്ല. അതുകൊണ്ട് അവര് വസ്ത്രമില്ലാതെയോ കുളിക്കാതെയോ തല ചീവാതെയോ ജട പിടിച്ചോ ഒരു പ്രാകൃതന്മാരെ പോലെ നടക്കുന്നു. കാരണം അവർക്ക് ദേഹാഭിമാനം ഒട്ടും ഇല്ല. അപ്പൊ അവർക്ക് നമ്മളിട്ട പേരാണെന്ത്? അവധൂതൻ, വൃത്തിയില്ലാത്തവൻ. അതാണ് ഒരു അർത്ഥം പറഞ്ഞാല് ദൂനനം ചെയ്യുന്നതിൽ അവഗണനയുള്ളവൻ. അപ്പൊ വൃത്തിയില്ലാത്തവനല്ലേ. പക്ഷേ അവരാരാണ്? വാസ്തവത്തില് നിത്യശുദ്ധന്മാരാണ്. ആത്മസ്വരൂപമാണ് എൻ്റെ സ്വരൂപം എന്നറിഞ്ഞ് അത് വേറൊരു വസ്തുവിനെ കൊണ്ട് ഇന്ന് വരെ മലിനമാക്കപ്പെട്ടിട്ടില്ല. കാരണം രണ്ടാമതൊരു വസ്തു ഇല്ല അതിൽ നിന്ന് അന്യമായിട്ട്. സദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ആ ഏകവും അദ്വിതീയവുമായിട്ടുള്ള ബ്രഹ്മം മാത്രമാണ് സത്യം. ആ ബ്രഹ്മമാണ് എൻ്റെ സ്വരൂപം. ആ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് നേഹ നാനാസ്തി കിഞ്ചന. ഇവിടെ കിഞ്ചന നാനാ നാസ്തി, അല്പം പോലും നാനാത്വം ഇവിടെ ഇല്ല, രണ്ടില്ല. ഇവിടെ ഏകമായിരിക്കുന്ന ഒരൊറ്റ സത്തായ വസ്തു മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ സ്വരൂപം. എന്നെ മലിനമാക്കാൻ ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിത്യശുദ്ധനാണ്. അതുകൊണ്ട് എനിക്ക് കഴുകിക്കളയേണ്ടതായിട്ടൊന്നുമില്ല എന്നുള്ള ബോധത്തിൽ ഉറച്ചിട്ടാണ് അവര് സഞ്ചരിക്കുന്നത്. അവര് നിത്യശുദ്ധന്മാരാണ്. അതുകൊണ്ട് അവർക്ക് കഴുകേണ്ട കാര്യം ഇല്ല. നമ്മൾക്ക് ദേഹബോധം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ദേഹമാണ് എന്നുള്ള വിചാരം ഉള്ളത് കൊണ്ട്, ദേഹാഭിമാനം ഉള്ളത് കൊണ്ട് നമ്മൾ ദേഹത്തെ കഴുകിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മളൊക്കെ ദൂതന്മാര്, അവര് അവധൂതന്മാര്. നമ്മൾ പലപ്പോഴും അതിദൂതന്മാരാണ്, ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടേയിരിക്കുന്നവരാണ്. ഈ പദങ്ങളുടെയൊക്കെ അർത്ഥം ഓർമ്മ വെക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ ദൂനനം ചെയ്യുക, ആ ദൂനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴുകുക, വൃത്തിയാക്കുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ അത് ചെയ്യുന്നവൾ ധുനി. ധുനി എന്ന് പറഞ്ഞാല് നദിക്ക്, ജലപ്രവാഹത്തിന് ധുനി എന്ന പേര്. അത് വൃത്തിയാക്കണം, പോകുന്ന വഴിയൊക്കെ കഴുകിക്കൊണ്ട് പോകുന്നല്ലോ. അപ്പൊ ദിവ്യധുനി എന്ന് പറഞ്ഞാൽ ദേവലോകത്തെ ധുനി, ദേവലോകത്തെ പോലും പരിശുദ്ധമാക്കുന്നവളും, അത് കഴിഞ്ഞ് ഭൂമിയെ പരിശുദ്ധമാക്കുന്നവളും, പിന്നീട് പാതാളത്തെ പരിശുദ്ധമാക്കുന്നവളുമായിട്ടുള്ള ഗംഗയുടെ പര്യായമാണ് ദിവ്യധുനി എന്നത്. അപ്പൊ ഭഗവാന്റെ പദാരവിന്ദത്തിൽ നിന്നാണ് ഏത് നദി ഒഴുകുന്നത്? ഗംഗ എന്ന നദി ഒഴുകുന്നത്. എപ്പോഴാണ്ടായത്? നമുക്കെല്ലാം അറിയാം. ഭഗവാന്റെ വാമനാവതാര കാലത്ത് ഭഗവാൻ മഹാബലിയിൽ നിന്ന് വാഗ്ദാനമായി സ്വീകരിച്ച ശേഷം മഹാബലിക്ക് ശുക്രാചാര്യരുടെ ശാപവും കൂടി കിട്ടിയപ്പോൾ ഗുരുവിന്റെ ശാപഗ്രസ്തനായിട്ടുള്ള മഹാബലിക്ക് മുമ്പിൽ, വാസ്തവത്തിൽ ആ ഗുരുവിന്റെ ശാപം അനുഗ്രഹമായിരുന്നു. ഗുരു പരോക്ഷമായിട്ട് മുമ്പിൽ വന്നിരിക്കുന്നത് ഈശ്വരനാണ്, കണ്ടോളൂ, ആ ഈശ്വരൻ ഈ ലോകം മുഴുവൻ നിറഞ്ഞവനാണ് എന്ന് പറയുകയാണ്. അത് പറയാതെ പറയുന്നു. എങ്ങനെ പറയുന്നു? ഈ വന്നിരിക്കുന്നത് വിഷ്ണുവാണ്, മായാവേഷത്തിൽ വാമനായി വന്നിരിക്കുകയാണ്, അവൻ 3 അടികളെ കൊണ്ട് ലോകങ്ങൾ മുഴുവൻ അളന്നെടുക്കും എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? അവൻ എല്ലാ ലോകവും വ്യാപിച്ചിരിക്കുന്നവനാണ്. അവൻ ഈ പ്രപഞ്ചം അളന്നെടുക്കാൻ ഒരു പ്രയാസവുമില്ല. കാരണം അവന്റെ തന്നെ ശരീരത്തിന്റെ ഭാഗമാണത്. ഈ പ്രപഞ്ചം വിഷ്ണുവിൻ്റെതാണ് എന്ന് അസുരഗുരു പരോക്ഷമായി പറഞ്ഞതാണ്. അപ്പോ ആ ഒരു അനുഗ്രഹം ഈശ്വരനെ കാണിച്ചു കൊടുത്തു ഗുരു. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ആ പുരോഹിതന്മാര് ദീപാരാധന കൊണ്ട് ഭഗവാനെ കാണിച്ചു തരുന്നത്, അതുപോലെ വാക്കുകളെ കൊണ്ട് മഹാബലി ഭഗവാനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഭഗവാനെ കാണാൻ തയ്യാറായി മഹാബലി. എന്നാ പിന്നെ ആ ഭഗവാനെ കാണണം എന്നുള്ള ശ്രദ്ധയോടുകൂടെ നോക്കിയിരുന്നപ്പോ ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഇതാ കണ്ടോ എന്റെ വിശ്വരൂപം, ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു രൂപം എന്ന് പറഞ്ഞ് തന്റെ വിശ്വരൂപം എടുത്ത് കാണിച്ചു കൊടുത്തു. അതാണ് ത്രിവിക്രമ രൂപം. വാമനൻ വലുതായപ്പോഴാണ് ത്രിവിക്രമൻ എന്ന പേരായത്. ത്രിവിക്രമൻ എന്ന് പറഞ്ഞാൽ ക്രമിക്കുക എന്ന് പറഞ്ഞാൽ പാദം വെക്കുക. വിക്രമം എന്ന് പറഞ്ഞാൽ പാദം വെക്കൽ തന്നെയാണ്. പരാക്രമം, ആക്രമം, സംക്രമം ഒക്കെ ക്രമധാതുവിൽ നിന്നാണ്. ക്രമ പാദവിക്ഷേപേ, ക്രമിക്കുക എന്നാൽ പാദം വെക്കുക.
കാലെടുത്ത് വെക്കുക. അപ്പൊ ത്രിവിക്രമൻ 3 പാദങ്ങളെ കൊണ്ട് ലോകങ്ങളെ മുഴുവൻ അളന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ത്രിവിക്രമൻ എന്ന പേര്. വാസ്തവത്തിൽ 2 പാദങ്ങളെ കൊണ്ട് തന്നെ 14 ലോകങ്ങളും തന്നിലാണെന്ന് കാണിച്ചു കൊടുത്തു. മഹാബലി കണ്ടോളൂ, ദിസ് വേൾഡ് ബിലോങ്സ് ടു മീ, they are already in me because I am the creator, I am the sustainer. ഈ ലോകം എന്നിൽ നിന്ന് ആവിർഭവിച്ച് എന്നിലാണ് നിൽക്കുന്നത്. ഇതിനെ പരിപാലിക്കുന്നവൻ ഞാനാണ്, ഇതിന്റെ യഥാർത്ഥ ഈശ്വരൻ ഞാനാണ് എന്ന് ഭഗവാൻ ആ വിശ്വരൂപ ദർശനത്തിലൂടെ മഹാബലിക്ക് കാണിച്ചു കൊടുത്തു. അതാണ് യഥാർത്ഥ കഥ. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാ കൃത കസ്വസിദ്ധനം എന്ന ഈശാവാസ്യ ഉപനിഷത്തിലെ വാക്യത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയായിരുന്നു അവിടെ ഭഗവാൻ വാമനമൂർത്തി ത്രിവിക്രമനായിട്ട്. ആ വാക്യം പ്രത്യക്ഷമായി കണ്ട മഹാബലി തൻ്റെ തെറ്റിദ്ധാരണ നീങ്ങി, തൻ്റെ അഭിമാനമെല്ലാം നീങ്ങി, അഹങ്കാരം പോയി ഭഗവാന്റെ മുമ്പിൽ നമ്രശിരസ്കനായി നിന്നുകൊണ്ട് ഭഗവാനെ നമിച്ചുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, എൻ്റെ തെറ്റുകൾ പൊറുക്കണേ, എൻ്റെ അവിവേകം പൊറുക്കണേ, എൻ്റെ അപരാധം പൊറുക്കണേ, എൻ്റെ അഹങ്കാരസ്ഥാനമായ ശിരസിൽ അങ്ങ് പാദം വെച്ച് അനുഗ്രഹിക്കണേ, ഞാൻ പറഞ്ഞ വാക്കിനെ സത്യമാക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ പിതാമഹന്മാർക്ക് നാണക്കേടുണ്ടാവാതിരിക്കാൻ ഞാൻ സത്യവാക്കാണ് എന്നുള്ളത്, അവരുടെ വംശത്തിൽ പറഞ്ഞ ഒരാൾ നുണ പറഞ്ഞു എന്ന് വരാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കാനായിക്കൊണ്ട് എൻ്റെ പിതാമഹന്മാർക്ക്, പ്രഹ്ലാദാദികൾക്ക് ചീത്തപ്പേരുണ്ടാവാതിരിക്കാൻ എൻ്റെ ശിരസിൽ കാലുവെച്ച് അങ്ങയുടെ 3ാമത്തെ അടിയും അളന്നെടുക്കണേ എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെയൊക്കെ സൂക്ഷ്മാർത്ഥം നമ്മൾ വിചാരം ചെയ്തെടുക്കുമ്പോൾ ഭഗവാൻ മഹാബലിയുടെ അഹങ്കാരത്തെയും അളന്നെടുത്തു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഭഗവാൻ കാല് വെച്ചു എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. മഹാബലി കാല് കൊണ്ടുപോയി ഭഗവാന്റെ കാലിന്റെ അടിയിൽ കൊണ്ടുപോയി തന്റെ തല തിരികി. ഭഗവാൻ വെച്ചു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ത്രിവിക്രമ കഥ നല്ലപോലെ മനസ്സിരുത്തി മനസ്സിലാക്കേണ്ടതാണ്. അതിന് ഭാഗവതം അക്ഷരം പ്രതി വായിക്കണം. വെറുതെ ആരെങ്കിലും പറഞ്ഞ ബാലരമ കാർട്ടൂൺ കഥകള്, എന്താണ് അനിമേഷൻ സ്റ്റോറീസ് വായിച്ചുകൊണ്ട് കാര്യമില്ല. പൂമ്പാറ്റയിലും ബാലരമയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള അമർചിത്ര കഥകളിലും വരുന്ന കഥകൾ വായിച്ചിട്ട് കാര്യമില്ല. ഭാഗവതത്തിൽ അക്ഷരം പ്രതി വായിക്കണം. വാക്കുകൾ ഓരോന്നും പെറുക്കി പെറുക്കി വായിക്കണം. എന്നിട്ട് അതിന്റെ വരികളുടെ ഇടയിലും വായിക്കാനുണ്ട്. അത് വരികളുടെ ഇടയിൽ വായിക്കണമെങ്കിൽ വേദങ്ങൾ പഠിച്ചിരിക്കണം. വേദശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള, ഉപനിഷത്തുക്കൾ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് വരികളുടെ ഇടയിൽ കടക്കാൻ പറ്റുള്ളൂ. മന്ദബുദ്ധികൾക്ക്, സ്ഥൂല ബുദ്ധികൾക്ക് ആ അക്ഷരങ്ങൾ മാത്രമേ കാണുള്ളൂ. അക്ഷരങ്ങളുടെ പുറകില് കവി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കാണണമെങ്കിൽ അതിന് ഉപനിഷത്തിൻ്റെതായിട്ടുള്ള ദർശനം വേണം. അതാ ഞാനിവിടെ പറഞ്ഞ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ആ മന്ത്രത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ത്രിവിക്രമ അവതാരം. ആ ത്രിവിക്രമനായി ഭഗവാൻ ലോകം മുഴുവൻ വ്യാപിച്ചു നിന്നതായിട്ടുള്ള സമയത്ത് ഭഗവാന്റെ ഇടതുപാദം മുകളിലേക്ക് പൊക്കിയിരുന്നു. ആ പൊക്കിയതായിട്ടുള്ള പാദത്തിന്റെ പെരുവിരൽ സത്യലോകം വരെ എത്തി. ആ സത്യലോകം ബ്രഹ്മാവിന്റെ ലോകം, ബ്രഹ്മലോകം. ഇപ്പൊ ബ്രഹ്മാവ് തന്റെ സ്വാമിയെ ഈ രൂപത്തിൽ കണ്ടിട്ടത് ഭഗവാന്റെ തന്റെ സ്വാമിയുടെ പാദമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ പാദത്തിൽ തന്റെ കമണ്ഡലൂരിലുണ്ടായിരുന്ന ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. ഭഗവാന്റെ പാദം കഴുകി ഭഗവാനെ ബഹുമാനിച്ചു. തന്നാലാവുന്ന പൂജ ബ്രഹ്മദേവൻ ചെയ്തു. സ്വകർമ്മണാ തമഭ്യർച്ച്യ, ഓരോരുത്തരും അവരവരുടെ കർമ്മം കൊണ്ട് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായിരിക്കുന്ന ഈശ്വരനെ ആരാധിക്കണം എന്ന് ശാസ്ത്രങ്ങൾ, എന്ന് ഗീത. യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. അപ്പൊ അങ്ങനെ വലിയൊരു കർമ്മം ചെയ്യുന്ന ആളാണ് സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവൻ. അദ്ദേഹം ഭഗവാന്റെ പാദം കണ്ടപ്പോ, തന്റെ യജമാനനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ പാദത്തിൽ തന്റെ കമണ്ഡലു ജലം കൊണ്ട് പൂജ ചെയ്തു. ആ കമണ്ഡലു ജലത്തിലെ, ബ്രഹ്മാവിന്റെ കമണ്ഡലു ജലത്തിലെ, അതാണ് ഭഗവാന്റെ പാദം കഴുകി പിന്നീട് സ്വർഗഗംഗയായി സ്വർഗത്തെ മുഴുവൻ പവിത്രീകരിച്ച ദിവ്യധുനി.
പിന്നീട് ആ സ്വർഗഗംഗയെ ഭൂമിയിലേക്ക് പാതാളത്തിലേക്കും കൊണ്ടുവരാൻ ഭഗീരഥൻ എന്ന സൂര്യവംശ ചക്രവർത്തി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. തന്റെ പൂർവീകരായ സകരന്മാരെന്ന് പറയുന്ന 60,000 പേർക്ക് കപില മഹർഷിയുടെ നേത്രാഗ്നി കൊണ്ട് ഭസ്മമായി തീർന്നിരുന്നു. കോപാഗ്നിയിൽ ജ്വലിച്ച് ഭസ്മമായി തീർന്ന അവർക്ക് ഗതി കിട്ടാൻ വേണ്ടി ഭഗീരഥൻ ആ ഗംഗാദേവിയെ തപസ് ചെയ്ത് ഭൂമിയിലേക്ക് ക്ഷണിച്ചു. അപ്പോഴാണ് ഗംഗാദേവി പറഞ്ഞ്, ഞാൻ ഭൂമിയിലേക്ക് പതിച്ചാൽ ഭൂമിക്ക് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ശക്തനായിട്ടുള്ള ഒരാൾ വേണം എന്നെ അവിടെ സ്വീകരിക്കാൻ, താങ്ങാൻ. അതിന് മഹാദേവനെ കഴിയുള്ളൂ, അതിന് മഹാദേവനെ പ്രസാദിപ്പിക്കാൻ പറഞ്ഞ് ഭഗീരഥൻ മഹാദേവനെ തപസ് ചെയ്ത് മഹാദേവനെ പ്രസാദിപ്പിച്ച് മഹാദേവൻ സമ്മതിച്ചു. ആയിക്കോട്ടെ, ഞാൻ സ്വീകരിക്കാം, എൻ്റെ ജടയിലേക്ക് വീണോട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ജടയെ ഒരു തടാകം പോലെ രൂപപ്പെടുത്തി ആ ജടയിലേക്ക് ഗംഗാദേവി കുതിച്ചു പാഞ്ഞു വന്നതും, ഗംഗ അഹങ്കാരത്തോടു കൂടിയാ വന്നത്. ഈ മഹാദേവന്റെ ജടയൊക്കെ തകർക്കാന്ന് വിചാരിച്ചു. ഭഗവാൻ നിസ്സാരമായിട്ട് ആ ജടയ്ക്കകത്ത് ഡാം കെട്ടി നിസ്സാരമായിട്ടുള്ള ഒരു തുള്ളി വെള്ളം പോലെ ഗംഗയെ സ്വീകരിച്ചു. ഗംഗയ്ക്ക് പുറത്തു കിടക്കാൻ നിവൃത്തിയില്ലാതായി. അപ്പൊ വീണ്ടും ഭഗീരഥൻ ഭഗവാനെ സ്തുതിച്ചു, മഹാദേവനെ സ്തുതിച്ചു. അയ്യോ ഭഗവാനെ, അവിടെ കെട്ടി നിർത്തിയ എന്റെ കാര്യം നടക്കില്ല, അതുകൊണ്ട് കുറച്ചെങ്കിലും വിട്ടുതരണം എന്ന് പറഞ്ഞ് ഭഗവാൻ ആ ഗംഗയെ തന്റെ ജടയിൽ നിന്ന് ഒഴുകാൻ അനുവദിച്ചു. അങ്ങനെ ഒഴുകി വരുന്നതായിട്ടുള്ള ഗംഗ ഹിമാലയത്തിൽ മാനസ സരസിൽ നിന്ന് പുറപ്പെട്ട് ഹിമാലയത്തിൽ എല്ലാ ഭാഗത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് ഒഴുകി. അങ്ങനെ ഒഴുകുമ്പോഴാണ് ജന്നു എന്നതായിട്ടുള്ള മഹർഷിയുടെ ആശ്രമത്തെ ഒഴുക്കിക്കൊണ്ടുവന്നു. അപ്പൊ ജന്നു എന്ന മഹർഷിക്ക് കോപം വന്ന് അദ്ദേഹം ഈ ഗംഗയെ മുഴുവൻ കുടിച്ചു വറ്റിച്ചു. അത് വലിയ തപസ്വി, അദ്ദേഹത്തിന്റെ കുടിച്ചു വറ്റിച്ചതാണ് ഗംഗയെ. അപ്പോഴും ഭഗീരഥൻ പെട്ടു, തന്റെ കാര്യം ഇനിയും നടന്നിട്ടില്ല. ഉടനെ ഭഗീരഥൻ ചെന്ന് ജന്നു മഹർഷിയെ സ്തുതിച്ചു. അയ്യോ, അങ്ങ് ഈ ഗംഗയെ മുഴുവൻ കുടിച്ചു വറ്റിച്ചാൽ എൻ്റെ പിതൃക്കൾക്ക് എങ്ങനെ ഗതി കിട്ടും? അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ പെട്ടത്, അതുകൊണ്ട് അനുഗ്രഹിക്കണമേ, ഒന്ന് വിട്ടുതരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ജന്നു മഹർഷി അനുഗ്രഹിച്ചാണ് ജന്നുവിന്റെ ചെവിയിലൂടെ ഒഴുകി പിന്നീട് ഗംഗ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ജാഹ്നവി എന്ന പേര് ഗംഗയ്ക്ക്, ജാഹ്നവിയായി തീർന്നു. ഭഗീരഥന്റെ തപസ്സുകൊണ്ട് താഴേക്ക് വന്നതുകൊണ്ട് ഭാഗീരഥി എന്ന പേര് വന്നു. ഇങ്ങനെ പല പേരുകളില് ഗംഗ ഒഴുകി വന്ന് ഭാരതഭൂമി വടക്കേ ഇന്ത്യയെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് പിന്നീടത് സമുദ്രത്തിലേക്ക് ചെന്ന് പാതാളത്തിലേക്ക് ചെന്ന് ആ പാതാളത്തിൽ ഭസ്മമായി കിടന്നിരുന്നതായിട്ടുള്ള സകരന്മാർക്ക് സ്പർശം കൊണ്ട് തന്നെ ഗതി കൊടുത്തു, അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഗംഗയുടെ ഉൽപ്പത്തി കഥ. മഹാഭാരതത്തിലൊക്കെ ഉണ്ട് ഗംഗോൽപ്പത്തി എന്നുള്ളതായിട്ടുള്ള കഥ. അതുപോലെ തന്നെ നമ്മുടെ രഘുവംശ ചരിത്രത്തിൽ കാളിദാസനും സൂചിപ്പിച്ചിട്ടുണ്ട്, വാൽമീകി രാമായണത്തിൽ സൂചനകളുണ്ട്. അങ്ങനെ ഈ ഗംഗയുടെ കഥകൾ മറ്റു പുരാണങ്ങളിലുമുണ്ട്, മഹാഭാഗവതത്തിലും ഈ അവതാര സമയത്ത് സൂചനയുണ്ട്. അങ്ങനെ എല്ലാ പുരാണങ്ങളിലും വർണ്ണിക്കപ്പെട്ട മഹിമയോടുകൂടിയ ആ ഗംഗ ഭഗവാന്റെ പാദം കഴുകിയ തീർത്ഥമാണ്. വിഷ്ണുപതി എന്നതിന് പേര്. വിഷ്ണുവിന്റെ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചവൾ എന്നുള്ളതുകൊണ്ട് ഗംഗയ്ക്ക് വിഷ്ണുപതി എന്നും പേര്. വാസ്തവത്തിൽ ഈ വിഷ്ണുപതി എന്തിന്റെ പ്രതീകമാണ്? ബ്രഹ്മവിദ്യയുടെ തന്നെ പ്രതീകമാണ്. നാരായണ സമാരംഭാം സദാശിവ സമാരംഭാം ജന്നു വാത്മീകി വ്യാസ മധ്യമാം, അല്ലെ? മഹർഷിമാര് ഇടയിൽ സ്വീകരിച്ച് അവര് അനുഗ്രഹിച്ച് വരും തലമുറകൾക്ക്, താഴേക്കുള്ളതായിട്ട് തലമുറകൾക്ക് അനുഗ്രഹിച്ചു കൊടുത്തതാണ്. ഭഗീരഥനെ പോലെ രാജർഷിമാർക്ക് പകർന്നു കൊടുത്തതാണ് ഈ ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യ എന്ന അനുസ്യൂതമൊഴുകുന്ന സനാതന ധർമ്മത്തിന്റെ ആ വിദ്യയുടെ പ്രതീകമാണ് ഈ പെരുണിയലായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗാപ്രവാഹം. ആ ഗംഗാപ്രവാഹത്തെ നമ്മൾ ആ ഉപനിഷത് ഗംഗയായിട്ട് കാണണം, വേദഗംഗയായിട്ട് കാണണം. വേദവാക്കുകളാണ് ഗംഗാ സ്വരൂപിണിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗംഗയുടെ ഒരു തുള്ളി നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ തത്വമസ്യാദി മഹാവാക്യങ്ങളെ പാനം ചെയ്യുന്നതായിട്ടുള്ള അനുഭൂതി നമുക്കുണ്ടാവണം. അത് നമ്മളെ മോക്ഷപ്പെടുത്തും.
അപ്പൊ ഗംഗയുടെ ഈ ഒരു മഹിമ അറിഞ്ഞുകൊണ്ട് ഗംഗയെ സേവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഗംഗയുടെ അനുഗ്രഹം, ബ്രഹ്മവിദ്യയുടെ അനുഗ്രഹം, ഗുരു പരമ്പരയുടെ അനുഗ്രഹം, നാരായണന്റെയും സദാശിവന്റെയും മറ്റ് വ്യാസാദി ഋഷീശ്വരന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം ആ ഗംഗയെ സേവിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്നു. അതാണ് ഗംഗ ഒരു മകരന്തം തന്നെയാണ്. ആ ഗംഗയാകുന്ന മകരന്തത്തെ നമുക്ക് നുകരാം. ദിവ്യധുനി മകരന്തേ, ഭഗവാന്റെ പദാരവിന്ദം ദിവ്യധുനിയാകുന്ന ആ ഗംഗയാകുന്ന സ്വർഗ നദിയുടെ മകരന്തത്തോടു കൂടിയതാണ്, തേനാകുന്നതാണ്, തേൻ ഒഴുകുന്നതാണ്. ആ തേൻ നമുക്കൊക്കെ കുടിക്കാനുള്ളതാണ്, നമ്മൾ ഏവരും കുടിക്കേണ്ടതാണ്. അത് കുടിച്ചാൽ നമ്മളൊക്കെ മുക്തരായി തീരും. അമൃതമാണത്. അപ്പൊ ബ്രഹ്മവിദ്യ തന്നെയാണ് ആര്? ഗംഗ. ആ പെരിണിയൽ ഫ്ലോ അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കും. അനാദിയാണ് ഈ ബ്രഹ്മവിദ്യ. ഈശ്വരങ്കൽ നിന്നാണ് അത് ഉത്ഭവിച്ചത്. ബ്രഹ്മദേവൻ പോലും അത് സ്വീകരിച്ച് പ്രോക്ഷണം ചെയ്തു. ഭഗവാന്റെ കാല് കഴുകിയ തീർച്ചയായിട്ടും തീർത്ഥം ബ്രഹ്മദേവൻ പ്രോക്ഷണം ചെയ്തു, മഹാദേവൻ പ്രോക്ഷണം ചെയ്തു, ഋഷീശ്വരന്മാർ ഹിമാലയത്തിലുള്ളവർ മുഴുവൻ അത് സ്വീകരിച്ചു. അവരുടെ പ്രസാദമായി ഭൂമിയിലുള്ളവർക്കും താഴേക്ക് ഒഴുകി വന്നു. മനുഷ്യന്മാരായിട്ട് നമുക്കൊക്കെ അനുഗ്രഹമായി ഒഴുകി വന്നതാണ് ആ ഗംഗ, ആ ബ്രഹ്മവിദ്യാ ഗംഗ. അതിന്റെ മകരന്തം എന്ന് പറഞ്ഞാൽ തത്വമസ്യാദി മഹാവാക്യങ്ങളുടെ ലക്ഷ്യാർത്ഥമാണ് അതിന്റെ മകരന്തം. ആ മകരന്തം നുകരാൻ ശ്രീപതിയുടെ പദാരവിന്ദത്തിൽ പരിമള പരിഭോഗ സച്ചിദാനന്ദേ. ആ ഭഗവാന്റെ പാദാരവിന്ദത്തിന് പരിമളം വേണം, അല്ലെ? സുഗന്ധം വേണം. അരവിന്ദമാകുമ്പോ സുഗന്ധം വേണം. ആ പരിമളം അനുഭവിക്കുവാനുള്ള, എൻജോയ് ചെയ്യുവാനുള്ള, പരിഭോഗം ചെയ്യുവാനുള്ള സച്ചിദാനന്ദമാണ്. അപ്പൊ ഭഗവാന്റെ പാദം സച്ചിദാനന്ദ സ്വരൂപം, സത്ത് ചിത്ത് ആനന്ദം എന്നുള്ളതായിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ രമിക്കാറാവണം എൻ്റെ വാക്കുകളാകുന്ന വണ്ടുകൾ, ഷഡ്പതി. കൂടുതൽ നമുക്ക് കാണാം. ഭവഭയഖേദച്ഛിതേ, ഭവഭയമാകുന്ന ഖേദത്തെ ഛേദിക്കുന്നതാണ്. ആ ഛേദിക്കുന്നതിനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ സംസാര ഭയങ്ങളെ, ദുഃഖങ്ങളെ മുഴുവൻ മുറിച്ചു കളയുന്ന, ഛേദിച്ചു കളയുന്നതായിരിക്കുന്ന, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന. ഇപ്പൊ താമരയിൽ നിന്ന് തേൻ കുടിക്കുമ്പോ അതിന് വിശപ്പാകുന്ന ഖേദം ഛേദിക്കപ്പെടുന്നു, ദാഹമാകുന്ന ഖേദം ഛേദിക്കപ്പെടുന്നു, ക്ഷീണം ഛേദിക്കപ്പെടുന്നു, അല്ലെ? അതിനാണല്ലോ വണ്ടുകളും തേനീച്ചകളും തേൻ കുടിക്കുന്നത്. അവരുടെ ഖേദം ശമിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ രമിച്ചുകൊണ്ട്, ഭഗവാന്റെ പാദാരവിന്ദത്തിലെ ഈ ദിവ്യധുനി മകരന്തം നുകർന്നുകൊണ്ട് ഈ പരിമള പരിഭോഗമാകുന്ന സച്ചിദാനന്ദം അനുഭവിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും സംസാര ഭയം എന്നേക്കുമായിട്ട് ഇല്ലാതെയാവും. ഭവഭയ ഖേദത്തെ ഛേദിച്ചു കളയും. അങ്ങനെയുള്ള ഭവഭയ ഖേദച്ഛിതേ വന്ദേ. സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് ഇവിടെ നിൽക്കട്ടെ. നാളെ ഇതിനെ ഒന്നുകൂടെ തുടർന്ന് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. വളരെ മനോഹരങ്ങളായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഈ ഒരു പദം പോലും പകരം വെക്കാനില്ലാത്ത രീതിയിൽ ഉപയോഗിച്ചിരിക്കുകയാണ് ആചാര്യ ഭഗവത്പാദര്. എത്ര മനോഹരമായിട്ടുള്ള ഭാവന നോക്കൂ. അതിൻ്റെ അകത്തേക്ക് നമുക്ക് അല്പമെങ്കിലും ചെല്ലാൻ കഴിയണ്ടേ? അദ്ദേഹം ഇത്രയൊക്കെ ഭാവന ചെയ്ത് എഴുതിയതിനെ കുറച്ചെങ്കിലും നമ്മൾ ആസ്വദിക്കണ്ടേ? അതിനുവേണ്ടി എന്നാലാവുന്നത് എൻ്റെ യഥാമതി ഞാൻ ചിന്തിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് എന്നേക്കാളും ബുദ്ധിയുണ്ടെങ്കിൽ കൂടുതൽ ആസ്വദിക്കാം. ഇതിൻ്റെ അർത്ഥം ഒന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. 10:30 മണിക്ക് ശിവഭുജംഗ പ്രയാദ സ്തോത്രം കാണാം. നാളെ 8 മണിക്ക് വീണ്ടും പ്രാർത്ഥനാ ഷഡ്പതി. ഹരി ഓം.